ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നേരത്തെ വീഡിയോ ഒരു ഗ്രോസറി ബാഗാണ് ഇന്ന് ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയ ചെറിയ സ്ട്രിപ്പുകൾ ഉപയോഗിച്ച് ജോയിൻ ചെയ്താണ് ഇത് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഗ്രോസറി ബാഗ് നമുക്ക് വെജിറ്റബിളൊക്കെ വാങ്ങാനും ഒക്കെ നല്ല ഉപയോഗമാണിത്. അപ്പോൾ ഇതിൻ്റെ അളവ് നോക്കാം. ഇപ്പോൾ 2.5 ഇഞ്ചാണ് വീതി, 7 ഇഞ്ച് നീളമാണ്. അപ്പോൾ എല്ലാ സ്ട്രിപ്പും ഞാൻ 2.5 ഇഞ്ചാണ് വിഡ്ത്ത്, ലെങ്ത് 7 ഇഞ്ചാണ്. ഇതേ രീതിയിലാണ് ഓരോ പീസും എടുത്തിട്ടുള്ളത്. ഇത് തങ്ങളിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ച് ജോയിൻ ചെയ്യുക. ഫസ്റ്റ് നമ്മളിത് ഫുള്ള് ജോയിൻ ചെയ്യണം. ഇനി നമ്മൾക്ക് ഈ പ്ലാസ്റ്റിക് ചാക്കിലാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. ഈ സ്ട്രിപ്പുകൾ ഇപ്പോൾ 16x16 ഇഞ്ചസാണ് വേണ്ടുന്നത്. സ്ക്വയർ പീസാണ്, 2 പീസാണ് നമുക്ക് വേണ്ടുന്നത്. ഇപ്പോൾ ഞാനത് ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഈ ഫസ്റ്റ് പീസ് നമ്മൾക്ക് ഇതേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടുന്നത്. റൈറ്റ് സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത സ്ട്രിപ്പ് നല്ല വശം ചേർത്ത് വെച്ച് വീണ്ടും സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ അത് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക. അത് സ്ട്രെയിറ്റ് ഒന്ന് വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത സ്ട്രിപ്പ് ജോയിൻ ചെയ്യാൻ. ഇപ്പോൾ സെക്കൻഡ് സ്ട്രിപ്പ് മുതൽ അങ്ങനെയാണ്, തേർഡ് സ്ട്രിപ്പ് മുതൽ അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ ചുളിവൊന്നും ഇല്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് ഇരിക്കും. ഇങ്ങനെ ഓരോ സ്ട്രിപ്പും ഫുള്ള് നമ്മൾക്ക് ആ ചാക്കിൻ്റെ പീസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക, 2 പീസിലും. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഓരോ ലൈനായിട്ട് ഓരോ സ്ട്രിപ്പിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഓരോ സ്ട്രിപ്പും നമ്മൾ ജോയിൻ ചെയ്ത ഭാഗത്ത് ഇനി നമ്മൾക്ക് ഹാൻഡിലിന് വേണ്ടിയിട്ട് 18 ഇഞ്ചാണ്. 18 ഇഞ്ചിൻ്റെ 2 സ്ട്രാപ്പാണ് വേണ്ടുന്നത്. ഇനി നമുക്ക് ഹാൻഡിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് 4.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾക്ക് 2 പീസിലും നമുക്ക് ഹാൻഡിൽ വയ്ക്കണം. ഇപ്പോൾ 2 പീസും ഒരേപോലെ തന്നെ മാർക്ക് ചെയ്യണം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരേ ലെവലിൽ തന്നെ വരും 2 പീസിൻ്റെയും. ഇപ്പോൾ ഹാൻഡിൽ 2 പീസിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഒന്ന് പൈപ്പിംഗ് കൊടുക്കണം. അതിന് നമ്മൾക്ക് അടിയിൽ നിന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിലോട്ട് വെച്ച് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് തയ്ച്ച് കൊടുക്കുക. 2 പീസും ഇതേപോലെ തന്നെ ചെയ്യുക. ഇപ്പോൾ നമ്മൾ 2 എണ്ണത്തിനും പൈപ്പിംഗ് കൊടുത്തു കഴിഞ്ഞു. സ്റ്റാപ്പ് അങ്ങനെ വെച്ചാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ശേഷം നമുക്ക് 2 പീസും കൂടെ ചേർത്ത് ഒന്ന് ജോയിൻ ചെയ്യുക. ആ 2 സൈഡും താഴ്വശവും ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾക്ക് 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് 2 കോർണറും ഒരു സ്ക്വയർ രൂപത്തിലാക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യണം. ഇപ്പോൾ 2 ഇഞ്ചാണ് കോർണറിൽ കട്ട് ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് പൈപ്പിംഗ് കൊടുക്കണം. പൈപ്പിംഗ് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത ഭാഗം താഴ്വശത്ത് നമ്മൾ പൈപ്പിംഗ് കൊടുത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ സ്ക്വയർ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ജോയിൻ ചെയ്യുക. 2 ഭാഗവും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടെയും കൂടെ നമ്മൾക്ക് പൈപ്പിംഗ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പം നമ്മൾക്ക് ബാഗ് റെഡിയായി കഴിഞ്ഞു. അപ്പം നല്ല വലിപ്പമുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതും ഈ സ്ട്രിപ്പുകളെല്ലാം ഈ ഷർട്ടിൻ്റെയാണ്.
അതുകൊണ്ട് നല്ല കട്ടിക്കിരിക്കുന്നത്. അതാ ലൈനിങ്ങും ഒന്നും കൊടുത്തിട്ടില്ല, ഫോം ഷീറ്റും ഒന്നും വെക്കാതെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് വെജിറ്റബിളൊക്കെ വാങ്ങാൻ ഒക്കെ നല്ലതാണ്. പ്ലാസ്റ്റിക് ചാക്ക് നല്ല കട്ടിയുള്ളതായിരുന്നു, ഷുഗറൊക്കെ വരുന്ന ചാക്കാണ്. അപ്പോൾ നമ്മൾ വൈറ്റ് തുണി വെച്ച് തുണി പോലെ തന്നെയുണ്ട്, കണ്ടിട്ട് പ്ലാസ്റ്റിക് ആണെന്ന് കൂടി പറയില്ല. അപ്പോൾ ഞാനിത് 7 ഇഞ്ച് നീളത്തിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ സ്ട്രിപ്പ് 3 ഇഞ്ചോ 4 ഇഞ്ചോ അല്ലെങ്കിൽ 8 എങ്ങനെയാണുള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് ഇതേപോലെ തന്നെ ഭംഗിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ വെൽക്രോയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വലിപ്പമുള്ളൊരു ബാഗ് തന്നെയാണ്. വെജിറ്റബിളൊക്കെ വാങ്ങാനും ഗ്രോസറി ഐറ്റംസ് എല്ലാം വാങ്ങാൻ നമുക്ക് നല്ല ഉപയോഗമാണ്. ഇതൊരു ചെറിയ ബാഗാണ്. മറ്റേത് നീളത്തിൽ സ്ട്രിപ്പ് വെച്ചിരിക്കുന്നു, ഇത് വീതിയിലാണ് ഞാൻ സ്ട്രിപ്പ് വെച്ചിട്ടുള്ളത്. അവിടെ കോർണർ ഭാഗം ഞാൻ 1.5 ഇഞ്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു പീസ് തുണിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഞാൻ സിബ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതും പ്ലാസ്റ്റിക്കിൻ്റെ ആ പീസിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് 13 ഇഞ്ച് വീതിയും 20 ഇഞ്ച് നീളത്തിലുമാണ് ഈ ഒരു പീസ് തുണിയിലാണ് ഈ ചെറിയ ബാഗ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിലിന് ഫോം ഷീറ്റ് വെച്ചിട്ടാണ് തയ്ച്ചിട്ടുള്ളത്. നല്ല ചെറിയൊരു ക്യൂട്ട് ബാഗാണ്. ഓക്കെ, താങ്ക് യു.